നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി കൊടുത്തതോടെ ഇന്ത്യ നിർത്തി എന്ന് പാകിസ്ഥാൻ കരുതിയെങ്കിൽ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകരവാദികൾ കരുതിയെങ്കിൽ തെറ്റി. പഹൽഗാമിൽ ആക്രമണം അഴിച്ചുവിട്ട 26 പേരുടെ ജീവനെടുത്ത, രാജ്യത്തെ സ്ത്രീകളുടെ കണ്ണീര് വീഴ്ത്തിയ ആ ഭീകരരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നതുവരെ ഇന്ത്യൻ സൈന്യം അടങ്ങിയിരിക്കില്ല. അതിൻ്റെ വെടിക്കെട്ട് തുടങ്ങിയിട്ടുമുണ്ട് ഇന്ത്യൻ സൈന്യം. ജമ്മുകശ്മീരിൽ സുരക്ഷാ സേന 3 ഭീകരവാദികളെ ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു. അതിൽ ഒരാൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരവാദികളെ സഹായിച്ച ആസിഫ് ഷെയ്ഖ് ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആസിഫിന് പുറമെ അമീർ നസീർ വാണി, യവാർ ഭട്ട് എന്നിവരെയാണ് സുരക്ഷാ സേന വധിച്ചത്. ആസിഫിന്റെ വീട് നേരത്തെ അധികൃതർ തകർത്തിരുന്നു. വലിയ രീതിയിൽ കശ്മീർ അതിർത്തി മുഴുവൻ വളഞ്ഞുകൊണ്ടായിരുന്നു സൈന്യം ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ ചർച്ചകളൊക്കെ വന്നത് ഈ ഭീകരർ കശ്മീർ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് പോയി എന്നൊക്കെ ആയിരുന്നു. എന്നാൽ സൈന്യം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. കാരണം സൈന്യം 4 പാടും വളഞ്ഞിരിക്കുകയായിരുന്നു. ബാക്കിയുള്ള ഭീകരർ കശ്മീരിൽ തന്നെ ഉണ്ട്, ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന് സൈന്യം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പഹൽഗാം ഭീകരവാദികൾക്ക് എല്ലാ സഹായവും കൊടുത്ത കൂട്ടത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. പഹൽഗാമിൽ തോക്കുമായി ഇറങ്ങി വന്ന കൂട്ടരെ മാത്രമല്ല, അതിന് പിന്നിൽ പ്രവർത്തിച്ച, അവർക്ക് സഹായം കൊടുത്തിട്ടുള്ള എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് തീർക്കുമെന്ന് തന്നെയാണ് കശ്മീർ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ആസിഫ് ഷെയ്ഖ് ഭീകരവാദികൾക്ക് സഹായം നൽകുകയും ആക്രമണത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത്. പുൽവാമയിലെ നാദേർ, ത്രാൽ വില്ലേജുകളിലായി നടന്ന ഏറ്റുമുട്ടലിലാണ് 3 ഭീകരവാദികളെയും സുരക്ഷാ സേന വധിച്ചത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും CRPFും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെയാണ് ഭീകരവാദികളുമായി ഏറ്റുമുട്ടലുണ്ടാകുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച 3 ലഷ്കർ ഭീകരരെ സുരക്ഷാ സേന ഷോപ്പിയാനിൽ വെച്ച് വധിച്ചിരുന്നു. 48 മണിക്കൂറിനിടെ ജമ്മുകശ്മീരിൽ നടക്കുന്ന 2ാമത്തെ ഏറ്റുമുട്ടലാണിത്. ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടവരെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രദേശത്ത് സൈന്യം തിരച്ചിൽ നടത്തുന്നുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട 3 ഭീകരരിൽ 2 പേർ ഷോപ്പിയാനിലെ താമസക്കാരായ ഷാഹിദ് കുട്ടായി, അദ്നാൽ ഷാഫി എന്നിവരാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ പഹൽഗാമിൽ ഭീകരർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത മറ്റ് 3 തലകൾ കൂടി ഇപ്പോൾ ഇന്ത്യൻ സൈന്യം എടുത്തിരിക്കുന്നത്. 2023 ലഷ്കറിൽ ചേർന്ന ഷാഹിദിന് നിരവധി അക്രമ സംഭവങ്ങളിൽ വ്യക്തമായ പങ്കുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ വർഷം മെയ്യിൽ ഷോപ്പിയാനിലെ ഹീർപോരയിൽ BJP സർപഞ്ചിനെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾക്ക് പങ്കുണ്ട്. അതിനാൽ ഷാഫി കഴിഞ്ഞ വർഷമാണ് ലഷ്കറിൽ ചേർന്നത്. ഷോപ്പിയാനിലെ വാച്ചിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇയാൾക്ക് പ്രധാന പങ്കുണ്ട്. കൊല്ലപ്പെട്ട 3ാമനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ല. ഇവരിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും പിടിച്ചെടുത്തിരുന്നു. പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഭീകരർക്കെതിരെയുള്ള നടപടി സൈന്യം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിന്ന് ഭീകരതയെ എന്നേക്കുമായി തുടച്ചു നീക്കാനുള്ള നീക്കമാണ് സൈന്യം നടത്തിവരുന്നത്. പഹൽഗാം സംഭവത്തോടെ കശ്മീരിലെ ജനങ്ങൾക്ക് ഭീകരരോടും അവരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനോടുമുള്ള എതിർപ്പ് കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഇത് ഭീകരവിരുദ്ധ പോരാട്ടത്തിന് കൂടുതൽ ശക്തി പകരുമെന്നാണ് സൈന്യത്തിന്റെ കണക്കുകൂട്ടൽ. ഇത് മാത്രമല്ല, ഭീകരരെ തുടച്ചു നീക്കിയതും അതിനോടൊപ്പം തന്നെ ഭീകരവാദത്തിന്റെ ഈറ്റില്ലവുമായ പാകിസ്ഥാനും നല്ല 1ാം തരം മറുപടിയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇന്ത്യ നൽകിയ പ്രത്യാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 13 പാകിസ്ഥാൻ സൈനികരാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 6 ഇടങ്ങളിലായി 24 ആക്രമണങ്ങൾ നടന്നുവെന്നും പാക് സൈനിക വക്താവ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. നേരത്തെ 11 പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു പാകിസ്ഥാൻ സൈന്യം പറഞ്ഞിരുന്നത്. 40 പാകിസ്ഥാൻ പൗരന്മാർ കൊല്ലപ്പെട്ടുവെന്നും വാർത്താ സമ്മേളനത്തിൽ പാക് സൈനിക വക്താവ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാനിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടില്ല എന്നും അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകര താവളങ്ങളും പിന്നീടുണ്ടായ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളുമാണ് ഇന്ത്യ ആക്രമിച്ചത്. പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഇന്ത്യൻ സൈന്യം കനത്ത പ്രഹരമേൽപ്പിച്ചു എന്നാണ് വിവരങ്ങൾ. പാക് വ്യോമസേനയുടെ 1/5 സൗകര്യങ്ങൾ തകർത്തെറിഞ്ഞിട്ടുണ്ട്.
F-16 നിരവധി യുദ്ധവിമാനങ്ങളും നിയന്ത്രണ രേഖയിലെ ബങ്കറുകളും ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. കൃത്യതയോടെ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനാണെന്ന് 70 രാജ്യങ്ങളിലെ പ്രതിരോധ അറ്റാഷമാരെ ഇന്ത്യ അറിയിച്ചു. അതേസമയം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ പുറത്താക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ 20%വും ഒട്ടേറെ പോർ വിമാനങ്ങളും ഇന്ത്യ തകർത്തിട്ടുണ്ട്. വ്യോമതാവളങ്ങളിൽ വൻ നാശം വിതയ്ക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ F-16, JF-17 പോർ വിമാനങ്ങൾ ഉണ്ടായിരുന്ന സർഗോദ, ബൊലാരി തുടങ്ങിയ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു കനത്ത ആക്രമണങ്ങൾ നടത്തിയത്. അതായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നട്ടെല്ലൊടിക്കുന്ന നീക്കം തന്നെയായിരുന്നു ഇന്ത്യ നടത്തിയത്. പാകിസ്ഥാന്റെ 50 സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ 40 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ആക്രമണം നടന്നതിന്റെ എല്ലാം ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതുകൂടാതെ നിരവധി വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ തന്നെ ഇന്ത്യയും പുറത്തുവിട്ടിട്ടുണ്ട്. ജാക്കോബാബാദിലെ ഷഹബാസ് എയർബേസിന്റെ ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ നാശനഷ്ടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. മുഷാഫ് എയർബേസിനടുത്തുള്ള പാകിസ്ഥാൻ ആണവായുധ ശേഖരത്തിലേക്കുള്ള 2 കവാടങ്ങളും ഇന്ത്യ തകർത്തതായി ഓസ്ട്രേലിയയിലെ പ്രതിരോധ വിദഗ്ധൻ ടോം കൂപ്പർ അറിയിച്ചത് ഇപ്പോൾ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ആയുധശേഖരത്തിലേക്ക് എത്താനാവാത്ത വിധം കവാടം തകർത്തു എന്നാണ് ടോം കൂപ്പർ വ്യക്തമാക്കിയിരിക്കുന്നത്. നിയന്ത്രണ രേഖയിലും കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭീകരരുടെയും പാക് റേഞ്ചേഴ്സിന്റെയും ബങ്കറുകളും പോസ്റ്റുകളും എല്ലാം തന്നെ തവിട് പൊടിയാക്കി. ചാരപ്രവർത്തനം നടത്തിയതിന് ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ വിദേശകാര്യ മന്ത്രാലയം പുറത്താക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ ഒരു കാരണവുമില്ലാതെ പാകിസ്ഥാൻ പുറത്താക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.